ആറ്റത്തിൻ്റെ സബ്സെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇതിൽ ഏത് സബ്സെൽ എന്ന് തരാത്തതുകൊണ്ട് ഈ ചോദ്യം തെറ്റാണ്. ഇതിൽ സബ്സെല്ലുകൾ തന്നിരുന്നെങ്കിൽ എസ് സബ്സെല്ലിൽ 2 ഇലക്ട്രോൺ, പി സബ്സെല്ലിൽ 6 ഇലക്ട്രോൺ, ഡി സബ്സെല്ലിൽ 10 ഇലക്ട്രോൺ, എഫ് സബ്സെല്ലിൽ 14 ഇലക്ട്രോൺ എന്നിവയായിരിക്കും ഉണ്ടാവുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം ഏതാണ്? ഹൈഡ്രജൻ, മാംഗനീസ്, ക്ലോറിൻ ആൻഡ് ആർഗൺ. ഇതിൽ മാംഗനീസ് ആണ് ശരിയായ ഉത്തരം. മാംഗനീസ് ആണ് സംക്രമണ മൂലകം. ക്ലോറിൻ ഒരു ഹാലജനാണ്. ആർഗൺ ഒരു നോബൽ ഗ്യാസ് അഥവാ അലസവാതകമാണ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ബോൾസ് നിയമം, ചാൾസ് നിയമം, അവോഗാഡോ നിയമം, പാസ്കൽ നിയമം. ഇതിൽ അവോഗാഡോ നിയമമാണ് വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്, കോപ്പർ, സിങ്ക്, അലുമിനിയം. ഇതിൽ കോപ്പറാണ് സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം.